ഒരു വലിയ ചെയ്യുമ്പോ അതിനെന്തോന്ന് അന്വേഷിക്കണ്ടേ? അല്ലെങ്കിൽ ഒരു മഹാൻ തെറ്റ് ചെയ്യൂ, എന്താ നിങ്ങൾ ഈ പറയുന്നത്? ഇവർക്ക് പറ്റാത്ത എന്തെങ്കിലും, അതായത് ഇവര് പഠിച്ചൊരു ശരീഅത്തുണ്ടാവും, അതിനെതിരിൽ ചെയ്താൽ തെറ്റാ, അത് ആദ്യം തിരുത്തണം. അങ്ങനെ ഇല്ല. ഞാൻ ചോദിക്കട്ടെ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയമം നമ്മളെ നിയമമായിരുന്നു? അള്ളാന്റെ റസൂൽ 4 ഭാര്യമാരെ കല്യാണം കഴിച്ചില്ലേ? മറുപടി പറയാ, നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. നിങ്ങൾക്ക് വാദമുണ്ടോ? തെളിവുകൾ മുഴുവനും എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ ഈ വിഷയത്തിൽ വാബാക്കി ഞാൻ അപ്പോൾ തരാം. ഭക്ഷണം കഴിക്കുന്നത് മുതൽ വാങ്ങി വിളിക്കുന്നത് ഉൾപ്പെടെ ഓരോ മനുഷ്യന്റെയും ജീവിതത്തിലുള്ള ധാരാളം സുന്നത്തുകൾ പാലിക്കേണ്ടതുണ്ടല്ലോ. അതൊക്കെ ഇപ്പൊ നബിചര്യ അതേപോലെ പാലിക്കപ്പെടുന്നുണ്ടോ? പാലിക്കുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്. തീരെ ഇസ്ലാം സ്വീകരിക്കാത്തവരുണ്ട്. എല്ലാം എന്താ പറയാ. ഉസ്താദ് നേരത്തെ പറഞ്ഞ തെരീഖത്തിന്റെ 2 മാനദണ്ഡങ്ങളിൽ രണ്ടാമത്തേത്, അതായത് സനദ് അബുൽ ഖാസിം ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിലൂടെ കടന്നു പോകുന്നതാണോ, അല്ലെങ്കിൽ അവരുടെ സനദ് സഹീഹാണോ? അതായത് അബുൽ ഖാസിം ജുനൈദുൽ ബഗ്ദാദിയിലൂടെ കടന്നു പോകുന്നത് തന്നെയാണോ നേരത്തെ പറഞ്ഞ സനദ്? അതായത് തെരീഖത്തിന് 2 സനദ് പറഞ്ഞല്ലോ, 2 നിബന്ധന പറഞ്ഞല്ലോ. അതില് രണ്ടാമത് പറഞ്ഞ നിബന്ധന സനദാണ്. അതല്ല, ആ സനദിലാണ് നമ്മൾ പറഞ്ഞ അബുൽ ഖാസിമിൽ കൂടെ പോണ സനദുള്ളത് നമ്മൾ സ്വീകരിച്ചുള്ളൂ. അത് ആ സനദ് തന്നെയാണോ പറഞ്ഞത് എന്നൊരു ചോദ്യം. അത് തന്നെയാണോ പറഞ്ഞത്? ആണോ, അത്രേ ഉള്ളൂ. പിന്നെ അല്ലെങ്കിൽ അവരുടെ സനദ് സഹിയാണോ? ആര് സനദ്? ഈ അബുൽ ഖാസിം എന്നവരെ സനദ്. അബുൽ ഖാസിമിൽ ജുനൈദുൽ ബഗ്ദാദി തങ്ങളുടെ സനദ് ഏറ്റവും സഹിയായതുകൊണ്ടും അതിന്റെ മേലിൽ കംപ്ലൈന്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ടുമാണ് സുബുക്കി ഇമാം എന്ത് പറഞ്ഞ് ജുനൈദുൽ ബഗ്ദാദി കൂടെ പോണം നമ്മൾ തെറായിക്കുകളൊക്കെ എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇമ്മത്ത് ഒരു മാനദണ്ഡാക്കി വെച്ചു. എന്തെന്ന്? ജുനൈദ് അല്ലാത്ത കൂടെയാണ് പല സനത് നോക്കുമ്പോ പോകണം, ജുനൈദിനെ പരാമർശിക്കണില്ല. എന്നാൽ ഓലതൊന്ന് ആലോചിച്ചിട്ട് വേണം, സ്വീകരിക്കാൻ പറ്റൂല. ഇതാണ്. അതേ സ്ഥാനത്ത് നമ്മൾ സഹിയായ എല്ലാ തറായിക്കും, ഇപ്പൊ നമ്മൾ പറഞ്ഞ തരീഖത്ത്, ഖാദിരിയ തരീഖത്ത്, ചിസ്തിയ തരീഖത്ത്, നഖ്ശബന്ദിയ തരീഖത്ത്, ഷാദുലിയ തരീഖത്ത്, പിന്നെ കലന്തരിയ തരീഖത്ത്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് തരീഖത്ത്. ഈ തരീഖത്തിന്റെ സനത് പരിശോധിക്കുമ്പോ അത് മുഴുക്കയും പോകുന്നതൊക്കെ ശരിയായ സനതല്ല, ജുനൈദിൽ കൂടെ പോകുന്നത്. ജുനൈദിൽ കൂടെ പോകാത്ത ചില സനതുണ്ട്, അതിനെപ്പറ്റിയാണ് ഇപ്പൊ എന്ത് പറഞ്ഞത്, കുറ്റം പറഞ്ഞു. അപ്പോ ശരിയായ തരീഖത്തിന്റെ സനതൊക്കെ അരി കൂടെ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് സയ്യിദ് ത്വായിഫത്ത്, ഈ ത്വായിഫ തന്നെ നേതാവ് എന്ന് ആർക്ക് പറയാൻ കാരണം? ജുനൈദിന് പറയാൻ കാരണം. അപ്പൊ ജുനൈദുൽ ബഗ്ദാദി കൂടെ പോകാത്ത തരീഖത്തിനെ പറ്റിയാണ് നമ്മൾ ഇതിന്റെ സനദിനെ പറ്റി അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞത്. എന്നാ ജുനൈദ് കൂടെ പോകാത്തൊക്കെ തെറ്റാണെന്നല്ല അതിന്റെ അർത്ഥം. അതൊരു അന്വേഷണത്തിന് ഇതാക്കപ്പെടും, വിധേയമാക്കപ്പെടും. ജുനൈദിന്റെ തരീഖിൽ കൂടെ ആണെങ്കിൽ അത്ര പ്രശ്നമില്ല, കാരണം അത് തറായിക്കിൽ വെച്ച് ഏറ്റവും അസലമായ തരീഖത്താണ്. ഷെയ്ഖ് തബറുക്ക് ആവാൻ യോഗ്യതൊന്നും വേണ്ടേ? വേണമെങ്കിൽ നൂർഷാ തരീഖത്തിന്റെ ഷെയ്ഖിന് ആ യോഗ്യത ഉണ്ടോ? യോഗ്യത എന്ന് പറഞ്ഞാൽ ശരീഅത്തിന് എതിരാകാൻ പാടില്ല ഇയാളുടെ വിശ്വാസങ്ങളും കർമ്മങ്ങളും. ഒന്ന്. രണ്ടാമത്തൊന്ന്, ഇയാളൊരു മുത്തബ ആകാൻ പറ്റണ, ഇത്തിബായിന് പറ്റുന്ന ഒരാളാകണം. അപ്പൊ അയാളുടെ ജീവിതചര്യ, റസൂലുള്ളാഹിന്റെ ചര്യകൾ, ചിട്ടകളൊക്കെ ശരിക്ക് പാലിച്ചുകൊണ്ടിരിക്കുന്ന ആളാകണം. ഇത് തബറുക്കിന്റെ ശേഖരം ഉണ്ടാകേണ്ടുന്ന നിബന്ധനയാണ്. വായുർ ശരീഅത്തിൽ തന്നെ വിരുദ്ധമായ, ശരീഅത്തിൽ വിരുദ്ധമായ കാര്യം ചെയ്യുന്ന ആളാണെങ്കിൽ അയാളെ തബറുക്കിന്റെ ശേഖരായി സ്വീകരിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ജദുബിന്റെ ഹാലത്തിൽ ഉള്ള മജ്ദൂബിങ്ങൾ അള്ളാഹുവിന്റെ അടുത്ത് വിലായത്തിന്റെ പദവി ഉള്ളവരാണെങ്കിലും ശരി, അവരെ ഒരു തബറുക്കിന്റെ ശേഖരായി സ്വീകരിക്കാൻ പറ്റൂല. അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കും. മുമ്പുണ്ടായിരുന്നു ബീരാനൗല, ഒരു മജ്ദൂബിന്ന് മൂപ്പര് ചൊല്ലിയ ഒരു ദിക്കാണ് കല്ലും മുട്ടി ഇല്ലല്ലാ, എല്ലും മുട്ടി ഇല്ലല്ലാ. അപ്പൊ ഇത് അനുസരിച്ച് മൂപ്പര മുരീദന്മാര് പറഞ്ഞ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. എന്നിട്ട് ഓലും ഇരുന്നിട്ട് വട്ടം എനിക്ക് കല്ലും മുട്ടി ഇല്ലല്ലാ, എല്ലും മുട്ടി ഇല്ലല്ലാ പറഞ്ഞ ഇത് ദിക്റ. ഇത് മൂപ്പരുടെ ഹാലത്ത് മൂപ്പരെന്തോ പറഞ്ഞ അല്ലാഹു അലം. അതൊന്നും സ്വീകരിച്ചാണ്ട് നമുക്ക് എന്താക്കാൻ പറ്റുമോ? ദിക്റാക്കാൻ പറ്റും. അതുകൊണ്ടാണ് പന്താവൂര് എല്ലാത്തിനും ബുക്ക്. അപ്പൊ അതാണ് ഇതിന്റെ സംഗതി. ശരീഅത്തിന്റെ ലാഹിർ പ്രകാരം മർളിയായ ആളാകണം. ആര്? തബറുക്കിന് ശേഷം
നൂർഷാ തരീഖത്തിന്റെ ഷേഖുമാരുടെ സിൽസില ചെന്നു ചേർന്നത് ഷിയാക്കളുടെ ഇമാമമാരിലേക്കാണ് എന്ന് മറുവിഭാഗം പ്രസിദ്ധീകരണത്തിൽ കണ്ടു. ഇത് ശരിയാണോ? ഞാൻ അറിയില്ല. ഉസ്താദ് പറഞ്ഞതുപോലെ ഇതിൽ പെട്ടുപോയ പല സാധുക്കളും ഉണ്ട്. അവരെ തിരിച്ചു കൊണ്ടുവരാൻ വല്ല പ്രായോഗിക പരിപാടികളുണ്ടോ? പ്രായോഗിക പരിപാടി, ഏറ്റവും പ്രായോഗിക പരിപാടി നല്ലൊന്നും ആയിരിക്കുക. ഓർക്ക് അവരെ തെറ്റിദ്ധാരണ തീർത്തു വെക്കാൻ പറ്റും വിധത്തില് ചീത്ത പറയലും ആക്ഷേപിക്കലൊന്നും കൂടാതെ സത്യം അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യാം. എല്ലാവരും സത്യത്തിലേക്ക് വന്നോളണമെന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം പറഞ്ഞു കൊടുത്തിട്ട് വരാത്ത എത്ര ആൾക്കാരുണ്ട്. എല്ലാവരും നന്നാക്കി എടുക്കാനും കഴിയുന്നതല്ല. കഴിയുമ്പോൾ നമ്മൾ നോക്കുക. അതിനുള്ള മാർഗം നല്ല ഏതില്ലാതെ ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസനത്തിന് ഖുർആൻ പറഞ്ഞ പോലെ നല്ല തന്ത്രപരമായി അവരെ പ്രകോപനപ്പെടുത്താതെ, അവരെ ദേഷ്യപ്പെടുത്താതെ, അവരെ കുറ്റം പറയാതെ ഇസ്ലാമിന്റെ വിശ്വാസം കർമ്മങ്ങളൊക്കെ എന്നതാണ് എന്ന് അവർ മനസ്സിലാക്കി കൊടുത്തിട്ട് നിങ്ങളെ ഈ വിശ്വാസങ്ങളും കർമ്മങ്ങളൊക്കെ അതിനെതിരാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കലതിന് വഴിയുള്ളൂ. ഷാദുൽ റാത്തീബിൽ പങ്കെടുക്കുമ്പോൾ അതിൽ ആംഗ്യവും ആട്ടവും ദുആയിൽ കൈ വെക്കലും എല്ലാം വ്യത്യസ്തമാണ്. അതിൽ പങ്കെടുക്കുന്നതോ അതുമാതിരി അനുഷ്ഠിക്കുന്നതിൽ വല്ല പിഴവുമുണ്ടോ? അത് മശായിഖിനെ തൊട്ട് വന്ന രീതിയിലുള്ള ദിക്റുകൾ അവർ ക്രമപ്പെടുത്തിയത് അത് അപ്പടി തന്നെ ചൊല്ലണം. അതിൽ ചെല്ലുന്നതിൽ പന്തികേടില്ലെന്നല്ല, അങ്ങനെ ചെല്ലും ചെയ്യാം. അതാണ് നമ്മളെ ഫിഖിന്റെ കിതാബിൽ തന്നെ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. സൂഫിയാക്കളെ റഖ്സ് എന്ന തുഹ്ഫയുടെ 10ാം വാല്യത്തിൽ കിതാബു ഷഹാദത്തിൽ ഈ വിഷയം പറയുന്നുണ്ട്. അപ്പൊ സൂഫിയാക്കളിൽ ഒരു ഭാഗം നടത്തുന്ന റഖ്സ് എന്ന ഷാദുലിയാക്കളെ പോലെ അവർക്ക് റഖ്സ് ഉണ്ട്, ഈ ആംഗ്യം കാണിക്കലൊക്കെ. അത് ആ ഷെയ്ഖിൽ നിന്ന് മുത്തസൽസലായി പോകുന്ന രീതിയിലുള്ളതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇവര് സ്വന്തം ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. നൂർഷക്കാരെ വിമർശിക്കാൻ സമ്മതം ചോദിച്ച ഇ.കെ. ഹസൻ മുസ്ലിയാരെ സീം വലിയുള്ളാഹി അതിൽ നിന്ന് വിലക്കിയിരുന്നു എന്ന് ചിലർ പറയുന്നു. ഇത് ശരിയാണോ? ചിലർ പറഞ്ഞാണ് ശരിയല്ല. ഇ.കെ. ഹസൻ മുസ്ലിയെ വിലക്കിയതായി ഉണ്ടെങ്കിൽ പിന്നെ ഇ.കെ. ഹസൻ മുസ്ലിയർ മുണ്ടോ? ഇ.കെ. ഹസൻ മുസ്ലിയെ ഇപ്പോൾ അതിന് പറഞ്ഞില്ലേ? അപ്പൊ ഇ.കെ. ഹസൻ അങ്ങനെയൊക്കെ പല വെടിയും പലയിടത്തുനിന്നും വിടും. അതൊന്നും ശരിയൊന്നുമല്ല. കഴിഞ്ഞില്ലേ? അത് വല്ല കുഴപ്പമുണ്ടോന്നോ? കണ്യാല തരീഖത്ത് കുഴപ്പമൊന്നുമില്ല. അതിന്റെ ഒരു പിന്നെ എന്താണ് അതിന്റെ ഒരു ഖലീഫ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ റഹീം സാഹിബിന്റെ നാട്ടിലുള്ള ഖലീഫ, ആ ഖലീഫിന്റെ കഥയും കൂടി കേട്ട് നമ്മൾ നിർത്താം. അയാൾ മരിച്ചിട്ടൊരു കൊല്ലം 3-4 കൊല്ലായി. അപ്പൊ അയാളെ മരിക്കാൻ കിടന്നിട്ട് ഇങ്ങനെ മരിക്കാൻ കിടക്കല്ലാതെ മരിക്കണില്ല. ആകെ പൊട്ടി എന്ത് വന്ന് നീര് വന്ന് കാലിന്റെ ചോടെ 2 ബക്കറ്റ് വെച്ചു കൊടുത്ത് നീരിങ്ങനെ ഒലിക്കുകയും. ഇന്നും ആള് നാട്ടിലോട് ചോദിച്ചാൽ പോയാൽ അറിയാം. എന്നിട്ട് മരിക്കായിട്ട് ഇയാളെ മക്കള് പറഞ്ഞു, നമ്മളെ റഹീം സാഹിബിന്റെ ജ്യേഷ്ഠനോട് പറഞ്ഞു, നിങ്ങൾക്ക് ആരെങ്കിലും ഒരാളെ പരിചയമുണ്ടോ? ഇത് മരിക്കണില്ല, അല്ലെങ്കിൽ ഒന്ന് നിന്നിട്ട് ശരിയാകണം, അല്ലെങ്കിൽ മരിക്കണം, ഈ നിലക്ക് കിടക്കല്ലേ. അപ്പൊ റൂഹ് അങ്ങനെ പോകൂല. പോണെങ്കിലേ ചേക്കുട്ടിപ്പാപ്പാന്റെ ആൾക്കാർ വന്നിട്ട് കൊണ്ടുപോകണം എന്നൊക്കെയാണ് നോക്കിയ ആൾക്കാരൊക്കെ പറയുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ ആരെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുമോ വെച്ചു. ഞാൻ അങ്ങനത്തെ ഒന്നും അറിയില്ലായിരുന്നു. അവസാനം ഇവർ പൂങ്കള എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ട് ഒരു പിരാന്തമാരെ കിട്ടിയിരുന്ന ഒരു സ്ഥലം. അവിടെ ഒരു ഏതും കൂടെ ഉള്ള സ്ഥലം എന്താണ്, ഒരു അമ്പലമൊക്കെ ഉണ്ട്. ഈ അമ്പലത്തിലെ പൂജാരികൾ 8-9 ആള് ഒരു ദിവസം രാത്രി 9 മണിക്ക് വന്നിട്ട് നേരം വെളുക്കോളം അവിടെ വെച്ച് നടത്തിയ വഴിപാടുകളും വെട്ടുകളും കുത്തുകളും ഒക്കെ, ആടിനെ വെട്ടിപ്പാറലും കോയിനെ വെട്ടിപ്പാറലും ഒക്കെ നടന്നിരുന്നു. ഇതൊക്കെ ഇയാളെ റൂമില് ഇയാളെ ശരീരം മുഴുവൻ നഗ്നമാക്കിയിട്ടിട്ട് ഒരു കോണം മാത്രം കെട്ടിക്കൊടുക്കും. ഈ 9 പാതിരിയാളും മേലെ മുഴുവൻ ഇതൊക്കെ കൂടി തേച്ച്, അവരെ ഈ ഭസ്മങ്ങളൊക്കെ തേച്ച് തുണിയെല്ലാം കഴിച്ചിട്ട് ഒഴിയാനായി അവരും കോണം കെട്ടിയിട്ടാണ് ഇവർ ഈ കർമ്മങ്ങൾ നടത്തിയത്. ആ കർമ്മങ്ങൾ നടത്തി നേരം വെളുക്കാൻ കാലത്ത് 4 മണിക്ക് അയാൾ കോണം കെട്ടി കിടക്കണം,
ഈ കോണം കെട്ടിയാൽ കൂടെ ഇയാൾ നിൽക്കും ചെയ്യണ്. അവിടെ മുട്ടലും തട്ടലും സംഗതി നടന്നുകൊണ്ടിരിക്കണം. അതിന്റെ അടിയിൽ അയാൾ മരിച്ചത്. അപ്പൊ ഈമാന്റെ കോല എങ്ങനെയുണ്ട്? ഇത് പാരാ ആ തരീക്കത്തിന്റെ മുരീദ് എന്ന് പറഞ്ഞാൽ പോരാ, അയാളാണ് ഈ ഭാഗത്തെ ഖിലാഫത്തുള്ള ആൾ എന്നാണ് അയാൾ അവകാശപ്പെടുന്നത്. അയാളാണ് ഏക ആളുകളെ റിക്രൂട്ട്മെന്റ് അവിടെ ആ ഭാഗത്ത് നടത്തുന്നത്. ഒരു ഖലീഫക്കുണ്ടായ സംഗതിയാണ്. ഇന്നും ഇത് കണ്ട ആളുകൾ, അനുഭവസ്ഥരായ ആളുകൾ ധാരാളം അവിടെ ഉണ്ട്. ഇതാണ് കന്യാല തരീഖ്. ഓരോ തരീഖത്തിനും സ്വന്തം ഓരോ ക്ലാസ് അഭിപ്രായം മുഴുവനേ ഉള്ളൂ. ഞാൻ ഓരോ ഉദാഹരണം പറഞ്ഞുള്ളൂ. കുറ്റിക്കാട്ടൂർ പരിസരത്ത് ഒരു സ്ത്രീയുടെ നേതൃത്വത്തിൽ ദിക്ർ മജ്ലിസ് നടക്കുന്നു. ദിക്ർ ദുആക്കും നേതൃത്വം കൊടുക്കുന്നത് സ്ത്രീ തന്നെയാണ്, പങ്കെടുക്കുന്നത് സ്ത്രീകളാണ്. ഇത് ശരിയാണോ? സ്ത്രീകൾ വിവിധ കുടുംബങ്ങളിൽ നിന്ന് ഉള്ളവരുമാണ്. ശൈഖ് എന്താന്ന് നോക്കണ്ടേ? സ്ത്രീകൾ ഒരുമിച്ചുകൂടി ദിക്റില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ ദിക്റെല്ലാം വേണ്ടി അവർ വരുമ്പോ അന്യപുരുഷന്മാരുമായി ഇടകലരാനോ ബന്ധപ്പെടാനോ ഫിത്തനക്കോ വഴിയില്ലാത്ത വിധം ഓല് ഒരുമിച്ച് കൂടാണെങ്കിൽ അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഈ നേതൃത്വം കൊടുക്കുന്ന പെണ്ണ് ആരാണ്, അവളെ സ്ഥിതി എന്താണ്, അത് ശരീരത്തേറ്റ് തട്ടിച്ചു വെക്കുക എന്താണ്, അതൊക്കെ വേറെ നോക്കേണ്ടതാണ്. അന്തല്ലതി അല്ലംതനി ലാഭത്തിന ഇല്ലല്ലാ എന്നതുപോലെയുള്ള ദിക്റിന്റെ അർത്ഥം വിശദീകരിച്ചാലും. ഓലത്ത് പാട് ചെല്ലാണ്ടാവും. അങ്ങനെ ദിക്റിനെ കൂടെ അർത്ഥം പറയാൻ നമുക്ക് വേറെ ക്ലാസ് വെക്കാം. അതിലും പറഞ്ഞ് ഓരോ ശൈഖന്മാരും ഓരോ, ഞാൻ പറഞ്ഞില്ലേ, എല്ലുമുട്ടിയില്ലല്ല കല്ലുമുട്ടിയില്ലല്ല എന്നൊക്കെ പറഞ്ഞാൽ അതിനർത്ഥം പറയാനാവും. ഓലെന്തോറും അതിനൊക്കെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് സൂഫിയാക്കളുടെ ഭാഗത്തു നിന്നുള്ള ദിക്റുകൾ ശരിയായ മുഹക്കത്തായ സൂഫിയാണെന്ന് അറിഞ്ഞാൽ പോലും അതിന്റെ അർത്ഥം എന്താന്ന് ഞമ്മക്കറിയാതെ നമ്മൾ ചെല്ലാൻ പാടില്ല. തുഹ്ഫയിൽ റിദ്ദത്തിന്റെ ബാബിൽ ഇബ്നു ഹജർ പറയുന്നുണ്ട്. അത് അങ്ങനൊക്കെ അന്തല്ലത് അതന്നെ പറഞ്ഞേ. അതൊക്കെ ആര് പറഞ്ഞതാണ്? മൂപ്പര് പറഞ്ഞാണോ? മൂപ്പര് പറഞ്ഞിരുന്നോ? അതിനെ മൂപ്പര് പറഞ്ഞ അർത്ഥം അതാ നമ്മൾ സ്വത്തഹാത്ത് അറിയാം. അല്ലെ, ഓതിന് കുഴപ്പമൊന്നുമില്ല. മൂപ്പര് പറഞ്ഞിരുന്ന ദിക്റ് നമ്മള് എന്താണല്ലോ അത് ഉദ്ധരിക്കാണല്ലോ, അതിന് കുഴപ്പമില്ല. നമ്മളങ്ങനെ ദിക്റ് ആക്കുന്നതിനെ കുറിച്ചാ. അല്ല, അർത്ഥം ഞാൻ അതല്ലേ പറഞ്ഞ, ഞങ്ങൾ അർത്ഥം പെടുന്നത് ചോദിച്ചാൽ പറ്റൂല. നിങ്ങളോട് ഹാസായി ചോദിച്ചേക്കാൻ പറഞ്ഞതിന്റെ കാരണം അതൊക്കെ എന്തിൽപ്പെട്ടതാണ്? സ്വത്തഹാത്തിൽപ്പെട്ടാണ്. സ്വത്തഹാത്ത് ലാഹിർ അർത്ഥം മുറാദാവൂല. അമ്മ സ്വത്തഹാത്തുൽ ഔലിയായി പറഞ്ഞിട്ട് കുഫറിന്റെ വാചകം പറഞ്ഞ കാഫിറോ എന്ന് പറഞ്ഞു കൊടുത്ത് അത് പറഞ്ഞതിന് ശേഷം ഇബ്നു ഹജർ പറയുന്നത് അമ്മ സ്വത്തഹാത്തുൽ ഔലിയായി. അപ്പൊ ഔലിയാക്കന്മാര് പറഞ്ഞ സ്വത്തഹാത്തുകൾ, ആ സ്വത്തഹാത്തിന്റെ അർത്ഥം ലാഹിർ അർത്ഥം മുറാദല്ല, അത് വെക്കാണ്ട് പറ്റൂല. വേറെ അർത്ഥത്തിനാണ് പറഞ്ഞിട്ടുള്ളത്. ആ അർത്ഥമാണ് ഇപ്പൊ ബാത്തിനിയായ ചില അർത്ഥങ്ങൾ പറയുന്നത്. ഈ അർത്ഥം എന്താണെന്ന് ഞമ്മക്ക് തിരിയാതിരുന്നാൽ ആ ദിക്റ് നമ്മൾ ചെല്ലാൻ പറ്റില്ല. ദിക്റ് ചെല്ലാൻ പറ്റില്ല. മൗലൂദിൽ പിന്നെ നമ്മൾ ദിക്റിലല്ല, മൂപ്പിൽ ചെല്ലിയുന്ന ചരിത്രം ഇവിടെ ഉദ്ധരിക്കുകയാണ്. അതിന് കുഴപ്പമില്ല. നമ്മൾ ഒരു ദിക്റാക്കുക, അത് ചെല്ലാൻ പറ്റില്ല. അത് ഉറപ്പില്ല. മൗലൂദ് എഴുതിയാള് പറഞ്ഞല്ലേ. അതെ, മൗലൂദി എഴുതിയ ആള് പറഞ്ഞതാണ് അങ്ങനെയൊക്കെ ചെല്ലിയെന്ന്. അത്രയേ ഉള്ളൂ. അത് മൂപ്പര് ചെല്ലിയെന്നോ ഇല്ലെന്ന് നമ്മൾ കേട്ടിട്ട് നമുക്കറിയില്ല. രണ്ടായിരുന്നാല് ഇബ്നു ഹജർ തുഹ്ഫയിൽ പറയുന്നത് അതിന്റെ അർത്ഥം അയാളിലേക്ക് ഹവാല ചെയ്താലും ശരി, അതിന്റെ അർത്ഥം മൂപ്പര് അതൊക്കറിയായിരിക്കും, എനിക്കറിയില്ല. എന്നാലും ചെല്ലണ്ടെന്നാണ്. നിനക്ക് ചെല്ലണമെങ്കിൽ അതിന്റെ അർത്ഥവും നിനക്ക് വ്യക്തമാണ്, അതിൽ യാതൊരു തെറ്റുമില്ല എന്ന് മനസ്സിലാകണം. എന്നല്ലാതെ ആ ഒലിയ ചെല്ലിയെന്ന അർത്ഥത്തിൽ ഞാനും ഇങ്ങനെ ചെല്ലാണ്, എന്തേന്ന് അതിന്റെ അർത്ഥം അത് എനിക്കറിയില്ല, ഒലിയനറിയും എന്ന് വെച്ചിട്ട് എനിക്ക് ചെല്ലാൻ പാടില്ല എന്നാണ് ഇബ്നു ഹജർ തുഹ്ഫയിൽ പറയുന്നത്. ശംസുൽ ഉലമ തന്നെ. അപ്പൊ അതിനെ നമ്മൾ ദിക്റിലില്ലല്ലോ മൗലൂദില്. മൂപ്പരിങ്ങനെ ചെല്ലിയെന്നു എന്നപ്പോ ഈ മൗലൂദുകാരൻ പറഞ്ഞ് പാടുകയാണ് നമ്മള്. അതിന് പ്രശ്നമൊന്നുമില്ല. ഹിക്കായത്താണ്. ഹിക്കായത്ത് നമ്മൾ ചെല്ലും വ്യത്യാസമില്ലേ. ഹിക്കായത്ത് പറയുമ്പോ അയാൾ പറഞ്ഞെന്ന് നമ്മൾ പറയുന്നു, അതിന് പ്രശ്നമില്ല. നമ്മൾ നേരെ ചെല്ലുമ്പോഴാണ് അങ്ങനെ ദിക്റ് ആൾക്ക് പറഞ്ഞു കൊടുക്കുക. നമ്മള് ഇങ്ങനെ ചെല്ലി കുറഞ്ഞാള് അതും പാടില്ല. നമ്മളൊരു ദിക്റായിട്ട് എങ്ങനെ ചെല്ല അതും പാടില്ല.
അത് ചെല്ലണമെങ്കിൽ അതിന്റെ മയന മോഹിമാകാൻ പാടില്ല എന്നൊരു കൈതുണ്ട്. ഇത് മയന മോഹിമാണ്. ശംസുലമ തന്നെ അവസാന കാലത്ത് നൂരിഷാ തരീഖത്തിനെ എതിർക്കേണ്ടതില്ലായിരുന്നു എന്ന നിലപാടിലേക്ക് എത്തിയിരുന്നു എന്ന് പറയപ്പെടുന്നു. വസ്തുത എന്ത്? അങ്ങനെ പറഞ്ഞായിട്ട് ഞാനറിയില്ല. ശംസുലമ മരിക്കുന്നത് വരെ ആ വിഷയത്തിൽ നൂരിഷന്റെ എതിർക്കുന്ന വിഷയത്തിൽ എതിർപ്പ് തന്നെ ആയിരുന്നു. അങ്ങനെ വല്ലതും ഉണ്ടായിക്കണമെങ്കിൽ ഈ നൂരിശക്കാരെല്ലാം കൂടി കുട്ടി കൊഴിച്ചു കണ്ട് അതാവൂല ഇവിടെ വലിയ പ്രധാനം. നിങ്ങൾ പറയുമ്പോഴപ്പോ ഞാൻ തന്നെ ആദ്യമായിട്ട് കേൾക്കുന്നത്. പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജ് സ്ഥാപിച്ചത് നൂരിഷ തങ്ങളാണെന്നും അതിലെ നൂരിയ എന്ന പേര് തങ്ങളെ പ്രതിനിധീകരിക്കുകയാണെന്നും പറഞ്ഞു കേൾക്കുന്നു. ഇത് ശരിയാണോ? അതിന്റെ എന്തെങ്കിലും കുറച്ച് ശരിയുണ്ട്, കുറച്ച് തെറ്റുമുണ്ട്. ശരിയില്ല എന്താന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു കോളേജ് ഇല്ല. അന്ന് ഉപരിപഠനത്തിന് ഒന്നുകിൽ വെല്ലൂർ പോവുക അല്ലെങ്കിൽ ദൈവബന്ധു പോവുക അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പൊ ബാഫക്ക് തങ്ങൾ മൂപ്പര ഭാഗത്ത് തന്നെയല്ലേ അന്ന് ഷെയ്ഖ് ഹസൻ നഗരത്തുള്ള പാപ്പിനിശ്ശേരിയാണ്. അവർ രണ്ടാളും വലിയ ബന്ധമായിരുന്നു. പാപ്പിനിശ്ശേരിയുള്ള മൂപ്പരാണെങ്കിലോ വെല്ലൂർ വാക്കിയാത്ത സ്വലായത്തിൽ പ്രിൻസിപ്പാളാണ്. അപ്പോ ഷെയ്ഖ് ഹസൻ നഗരത്തിനോട് മൂപ്പര് പറഞ്ഞു, നിങ്ങൾ അവിടെ പോയി ദർശനം, നമ്മളെ കുട്ടികളൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് വരും, എത്ര പണിയുണ്ട്, നിങ്ങളൊന്ന് ഇവിടെ നിന്നാൽ ഞമ്മക്ക് ഇവിടെ കോളേജ് ഉണ്ടാക്കിയ ഇവിടെ ദർശനത്തിൽ കൂടെ നിങ്ങൾക്ക്. അങ്ങനെ പറഞ്ഞതാണ് ഇതിന്റെ തുടക്കം. പക്ഷെ മൂപ്പര് ഇങ്ങോട്ട് വന്നില്ലെങ്കിലും ഇതിനു വേണ്ടി ബാഫഖി തങ്ങൾ നല്ല അധ്വാനം നടത്തി. അപ്പൊ അതിന് തലം കിട്ടാൻ നോക്കുമ്പോ കണ്ടെത്തിയത് ബാപ്പുഹാജിനെയാണ്. അയാളും കറാച്ചി പോകുന്ന ആളായിരുന്നു ബാപ്പുഹാജി. അയാൾക്ക് സ്വന്തം കുട്ടികളും മക്കളൊന്നുമില്ല, ഒരുപാട് സ്വത്ത് അയാൾ സമ്പാദിച്ചിട്ടുണ്ട്. അപ്പൊ അയാൾക്ക് നല്ല ആശയാണ്, കുട്ടികളും മക്കളൊന്നുമില്ല, ഞാൻ മരിച്ചാലും എനിക്കൊരു ഹൈറാവട്ടെ എന്ന് കരുതി മൂപ്പര് എന്താക്കി ഇതിന് കൊടുത്തു. അപ്പൊ കൊടുത്തപ്പോ മൂപ്പര് എന്തായിരുന്നു നിർബന്ധമായിരുന്നു, ഞാൻ നൂരിഷന്റെ പേരിലേക്ക് കൊടുക്കുള്ളൂ. കാരണം ഇയാൾ നൂരിഷന്റെ തരിക നേരത്തെ സ്വീകരിച്ച ആളാണ്. നമ്മളാണ് ഈ നൂരിഷനെ കുറ്റം പറഞ്ഞിട്ടുമില്ല, എതിരുമില്ല. അപ്പൊ നൂരിഷന്റെ പേരിൽ ആണ് ഇയാളിത് കൊടുത്തത്. അങ്ങനെ പിന്നെ പ്രശ്നങ്ങൾ വന്നപ്പോ ഈക്ക പെട്ടെന്ന് എടുത്തു ചാടാതെ ഇരുന്നതും കാരണതാ. അത് ഈക്കന്നെ പറഞ്ഞു, പട്ടിക്കാട് കോളേജ് മുഴുവൻ അയാളെ കയ്യിലാണ്, അയാളെ കയ്യിൽ നിന്ന് ഈ കോളേജ് ഉണ്ടാക്കി എടുക്കണം, എന്നിട്ടേ ഇപ്പൊ ഈ വിഷയത്തിന് തൊടാൻ പറ്റുള്ളൂ എന്ന നിലയ്ക്ക് ഞാൻ കുറച്ച് എന്തായി നിന്നിട്ടുണ്ട്. കാരണം അയാളെ കയ്യിൽ നിന്നൊക്കെ മാറ്റിയെടുത്തതിന് ശേഷമാണ് ഇയാളെ തരീഖത്ത് സംബന്ധമായുള്ള സംഗതികളൊക്കെ പുറത്തു പറഞ്ഞത്. കാരണം അല്ലെങ്കിൽ ഇതെല്ലാം കൂടി അയാളെ കയ്യിലാണ്, നമുക്ക് കിട്ടൂല. അപ്പൊ ആ നിലക്ക് ഈ കൈന് കുറെ അധ്വാനം നടത്തി ഡൽഹിയിൽ തന്നെ ഒരു വട്ടം 1-2 വട്ടം പോയി ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇയാൾക്ക് ബാപ്പുജിക്ക് ഇയാളെ വലിയ വിശ്വാസമല്ലേ. അപ്പൊ ആ നിലക്കാണ് ഇയാളെ പേര് എഴുതി കൊടുത്തത്. ഈ പ്രശ്നമായപ്പോ ഇവന് ബാപ്പുജി മരിക്കുകയും ചെയ്തു. തരീഖത്ത് തെറ്റാണെന്ന് തീരുമാനത്തോഴേക്ക് ബാപ്പുജി വഫാത്തായി. ഇതാണ് എന്നല്ലാതെ അയാളെ കോളേജ് ഉണ്ടാക്കിയൊന്നുമില്ല. ഉണ്ടോന്നൊരു ചോദ്യമുണ്ട്, അത് ഇപ്പൊ പറഞ്ഞതിൽ ഉത്തരം ഉണ്ട്. 40 ദിവസം ഹൈദരാബാദിൽ താമസിച്ച വിഭാഗത്തിൽ ബഹുമാനപ്പെട്ട ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ ഉണ്ടായിരുന്നോ? ഇല്ല, ആ ജാതിക്കൊന്നും ഈക്ക് കൊണ്ടുപോകില്ല. ഈക്കെന്ന് പറഞ്ഞ ഒരു ആളിനെ റജുലല്ലേ മൂപ്പര്, ആ ജാതിക്കൊന്നും മൂപ്പര് പോകില്ല, മൂപ്പരതിന് കിട്ടൂല. അടുത്ത ചോദ്യം കന്യാലത്തൊരീക്കത്തും ആലമ്പലയാണ്, അത് ഉത്തരം പറഞ്ഞു. ഇതാ ഓക്കെ ഉസ്താദ് എന്നോട് പറഞ്ഞു, എന്ത് ഇയാളെ പറ്റി തീരുമാനം വരുന്നതിന്റെ മുമ്പ് തന്നെ, തരീഖത്തിനെ പറ്റി തീരുമാനം വരുന്നതിന് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട ഓക്കെ ഉസ്താദിന് ദർസ് ഉണ്ടായിരുന്നു മാട്ടൂൽ വലിയ ദർസ് ഉണ്ടായിരുന്നു ഓക്കെ ഉസ്താദ്. അന്ന് അവിടെ ഒരു സമ്മേളനത്തിന് ഇയാളെ കൊണ്ടുവന്നു, ആരെ? നൂരിശനെ. അതിൽ ഈക്കയുണ്ട്. അപ്പൊ ഈക്കെ ഓക്കെ ഉസ്താദിന് ഉസ്താദാണ് വാക്കയത്തിൽ വെച്ച്. അപ്പൊ ഓക്കെ ഉസ്താദിനോട് ചോദിച്ചു, ഈ നൂരിശാക്ക് വല്ല ഇൽമുണ്ടോ എന്ന് ചോദിച്ചു. ഇത് ഓക്കെ ഉസ്താദ് നേരെ നമ്മളോട് പറഞ്ഞ ചോദിച്ചപ്പോ ഈക്ക പറഞ്ഞു, എന്തിലുമ് ഒരു ഇൽമുമില്ല, എന്തോ ചില ഉറുദു പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്, ചില ഉറുദു പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ ആരുമായി ആദ്യമേ ആര് കണ്ടിട്ടില്ല എന്നർത്ഥം. ഈ അയാളെ കണ്ടില്ല, കാരണം ഇൽമില്ല. അത് ശരി തന്നെയാണ് പറഞ്ഞത്. കഴിഞ്ഞില്ലേ? നേരെ 5 മണിയായി, ഇനി പോകേണ്ട സമയം. എന്നാ ഞങ്ങള് വേഗം പറയും, വേഗം വെച്ച്
എനിക്കറിയില്ല, ഞാനതിന് സനത് പരിശോധിക്കാൻ പോയിട്ടില്ല. നമ്മൾ സനതിലേക്ക് എത്തിന് ഇടയ്ക്ക് തന്നെ ശരീഅത്തിന് വിരുദ്ധായ സംഗതി കണ്ടതാണ് നമ്മളെ തീരുമാനങ്ങൾക്ക് കാരണം. നൂർഷാ തങ്ങൾ തങ്ങളാണോ, ഇവർ ഷഹീദാണോ? ഷഹീദോ? ഷഹീദാവത്താൻ എനിക്കറിയില്ല. അത് ശരി, അതായിരിക്കും ഷഹീദായിരിക്കും. തങ്ങളായ പിന്നെ ഷഹീദായി. നമ്മൾ രണ്ടും കൂടി ചോദ്യം തന്നെയാണ്. നമ്മൾ ഇസ്ലാമിൽ പറഞ്ഞ ഷഹീദ് പറഞ്ഞതാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായുള്ള ബന്ധം സനദ് ശരിയായ പരമ്പരയുടെ റസൂലുള്ളാഹിയിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നറിഞ്ഞെങ്കിൽ അത് തീരുമാനിച്ചു പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഖണ്ഡിതമായി പറയാൻ അയാളെ ആ ചരിത്രം എനിക്കറിയില്ല. എന്റെ അടുത്ത് സനദവും കിട്ടിയിട്ടില്ല. ലക്ഷദ്വീപിലെ ഒരു തെരീക്കത്തിനെ കുറിച്ച് ബഹുമാനപ്പെട്ട ഉസ്താദ് പ്രതിപാദിച്ചു. എന്നാൽ പുതുതായി തീരുമാനം എടുത്ത കുന്നത്തേരി തെരീക്കത്തിനെ കുറിച്ച് അവരുമായി ബന്ധപ്പെടരുത് എന്നാണ് മുഷാവറ അംഗീകരിച്ചത്. അതിനെക്കുറിച്ച് പിഴവ് എന്താണെന്ന് സൂചിപ്പിച്ചിട്ടില്ല. മുഷാവറ അംഗങ്ങളിൽ തന്നെ ഇതിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്നും ഈ തെരീക്കത്ത് അത്തരം പ്രചാരണം നടത്തുന്നു. നേരത്തെ പറഞ്ഞു തന്നെ അതിൽ പിഴവ് എന്താന്ന് പറഞ്ഞില്ലെങ്കിലും ജമിയത്തുൽ പറയുന്നത് സാധാരണക്കാരോടാണ്. സാധാരണക്കാരോട് ബന്ധപ്പെടുന്നത് പറഞ്ഞാൽ അത്ര വേണ്ടുള്ളൂ. അതിന്റെ കാരണം അവരോട് പറഞ്ഞ ആവശ്യമില്ല. കാരണം പറഞ്ഞാലും സാധാരണക്കാർക്ക് തിരിയില്ല. എന്നാ പല കാരണങ്ങളും ഇതിലുണ്ട്. യഥാർത്ഥത്തിൽ അതിലേക്കൊന്നും എത്താതെ ഈ തീരുമാനം എടുക്കാൻ കാരണം അവിടെ അതിനെക്കുറിച്ച് ഭയങ്കര പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മളെ പ്രവർത്തകർ അതുമായിട്ട് ബന്ധപ്പെടാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക, അതുമായി ബന്ധപ്പെടരുത് എന്ന് പറഞ്ഞാൽ മതി എന്നും പറഞ്ഞിട്ട് അങ്ങനെ തീരുമാനം എടുത്തത്. അതിന്റെ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ ഒരുപാട് സംഗതികളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് വഹദത്തുൽ വുജൂദ് എന്ന വാദം അവർക്കുണ്ട്. വഹദത്തുൽ വുജൂദ് എന്ന് പറഞ്ഞാൽ ആ വാദം നമുക്ക് അംഗീകരിക്കാൻ പറ്റൂല. സൂഫിയാക്കൾ പറഞ്ഞ വഹദത്തുൽ വുജൂദ് ഉണ്ട്, അത് ഇവർ മനസ്സിലാക്കിയ വഹദത്തുൽ വുജൂദ് അല്ല. അതാ ഞാൻ പറഞ്ഞ അതൊക്കെ പറയുമ്പോ സാധാരണക്കാർക്കും തിരിയില്ല, ചെറുകിട മൗലവിമാർക്കും തിരിയില്ല. എന്താ വഹദത്തുൽ വുജൂദ്? അപ്പൊ കാരണങ്ങൾ അപ്പോഴേക്കും ഈ നാടന്മാർക്ക് കാരണം കിട്ടണം. വലിയ വലിയ ആലിമ്യങ്ങളെ അത് തെറ്റാണ് ബന്ധപ്പെടുക. കാരണം എന്താ? അവര് തെളിവുമ്മ ഇതാ എന്തില്ല എന്നതിന്റെ അർത്ഥം ഉലമാവിന് അംഗീകാരമല്ല, അംഗീകരിക്കണില്ല. ഉലമാവിന്റെ ശുദ്ധത്തിൽ അവർക്ക് സംശയമുണ്ട് എന്നതിന്റെ അർത്ഥം. അല്ലെങ്കിൽ കാരണം പറഞ്ഞു കൊടുത്താൽ എങ്ങനെ തിരിയാ? ഇതിന്റെ കാരണങ്ങളൊക്കെ തിരിയണമെങ്കിൽ അവൻ ആലിമകണ്ടേ. അപ്പൊ സാധാരണക്കാരുടെ ഭാഗത്തുനിന്ന് ചോദിക്കേണ്ട ചോദ്യമല്ല. അച്ചോദ്യം എന്താ? ആലിമ്യങ്ങൾ അത് തെറ്റാണെന്ന് പറയുന്നുണ്ടോ? ബസ് ഇതാണ്. അത് അവരല്ല എല്ലാ തരീക്കത്തോടും ഞങ്ങളെപ്പറ്റി ഇങ്ങനെ തീരുമാനിച്ചെന്ന് ആരും പറയില്ല. ഇല്ല, അത് അവരും പറയേണ്ട, അല്ലാത്തോടും അങ്ങനെ തന്നെ പറയണത്. ഞങ്ങളെ പറ്റി അങ്ങനെ തീരുമാനമില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, ഉസ്താദ് എനിക്ക് എപ്പോഴും വിളിക്കലുണ്ട്. ആലന്തറ തരീക്കത്തിനെ ആദ്യം എതിർത്ത EK വിഭാഗം ഇപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ചു, ഇതിന് കുഴപ്പമൊന്നുമില്ല, അതിൽ അവർ ഇപ്പോൾ ലയിച്ചിരിക്കുന്നു. എന്താണ് ഈ തരീക്കത്തിന്റെ കുഴപ്പം? തരീക്കത്തിന് കുഴപ്പം പലതുമുണ്ട്. ഒന്നാം തരീക്കത്തെ ആൾക്കാരെ കണ്ടാൽ തന്നെ ഈ തരീക്കത്ത് പേച്ചതാന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒന്നും ചോദിക്കൊന്നും വേണ്ട. ഞാൻ ചോദിച്ചാൽ വേണ്ടി കണ്ടപ്പോക്കിന് എനിക്ക് മതിയായി എന്നറിയാം അവരെ കണ്ടാൽ. എന്തുകൊണ്ട്? ഒരു ഇസ്ലാമിന്റെ ഏതുപോലും ഇല്ലാത്ത കാവ്യ വസ്ത്രം അയാളും അയാളെ മുരീദന്മാരും ധരിച്ചുകൊണ്ടിരിക്കുന്നു. കാവ്യം. പിന്നെ അതേപോലെ അദ്ദേഹത്തിന്റെ വാദഗതികളാണെങ്കിലോ വലിയ വാദഗതികളാണ്. അയാളെ ഇഹ്യാ ഉലൂമുദ്ദീന്റെ ദർശനുണ്ട്. ആ ദർശനം ഇങ്ങനെ ഇരിക്കുമ്പോ വസാലിമാമും ആ ദർശനം വന്നിരിക്കും. യഹ്യ ഉണ്ടാക്കിയ വസാലിമാമ്. അപ്പൊ ഇയാൾ ഒരു ദിവസം ചോദിച്ചോലോ മൂപ്പരോട്, നിങ്ങളല്ലേ കിതാബ് ഉണ്ടാക്കിയത്? ആ കിതാബല്ലേ ഞാൻ ദർശനത്തിന്, പിന്നെന്തിനാ നിങ്ങൾ ഇതിൽ വന്നിരിക്കുന്നത്? ഉണ്ടാക്കിയത് ഞാനാണെങ്കിലും നിങ്ങൾ പറഞ്ഞ വിശദീകരണം കേൾക്കാൻ എനിക്ക് വലിയ താല്പര്യ. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ വിശദീകരണം കേൾക്കാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് വസാലിമാമ് ഇയാൾ പറഞ്ഞത്. ഈ ജാതി മഹാപൊള്ളും പറഞ്ഞ്, എന്നിട്ട് അയാള് ശൈഖുഹത്തും പറഞ്ഞ്, അങ്ങനത്തെ ഒരുപാട് വാദഗതികളുണ്ട്. ഇതെല്ലാം നടത്തിയ ആളായതുകൊണ്ടാണ് പേച്ചേർന്ന്. മറ്റേ കൂട്ടര്
പേച്ച ആദ്യം പറഞ്ഞു, എന്നിട്ട് പിന്നെ രണ്ടാമത് ഇങ്ങോട്ടിനെ തോന്നുന്നു. അതെന്തെന്ന് ഞാൻ ഓലോട് ചോദിച്ചു, നമുക്കറിയാം. അതിന് ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങളെ ഈ ഭാഗത്തുനിന്ന് പോയ ഒരാളുണ്ട്, നമ്മളെ ഭാഗത്ത് ഒരു ഷെയ്ഖ്, അയാൾ മെച്ചു ഇപ്പൊ ഏതാണത്? വെള്ളിമാട് കൊന്നുകാരൻ മുഹമ്മദ് പോയ അയാള് നമ്മളെ മലപ്പുറം ജില്ലയില് എന്താണ് പറയാ ഉലാമന്തോൾ വന്ന് താമസാക്കി. അതെല്ലാം കൂടി മഹാജഗപുകയാണ്, അതിന്റെ കാര്യമൊന്നും പറയണ്ട. ഞങ്ങളെ നാട്ടിലെ ഒരു സ്ത്രീനെ ഭർത്താവ് തലാക്കില്ല. കാരണം എന്ത്? ഭർത്താവ് എപ്പോ വന്നാലും ഇവളോട് ഉണ്ടാവില്ല. ഇവള് ഷെയ്ഖുനാനെ കാണുമ്പോഴോ എപ്പോ നോക്കുമ്പോൾ ഷെയ്ഖുനാന്റെ ഇരുത്ത. അങ്ങനെ ഒരു ദിവസം ഇയാള് ഇവിടെ പോകാൻ അയച്ചില്ല, ഹബസിട്ടു. എന്നും പോകണമ്പോൾക്ക് അവിടെ. അപ്പൊ ഇയാൾ ഹബസിട്ടു. അങ്ങനെ ഉണ്ടാളും കിടന്നു. നേരം കൊടുത്ത് നോക്കുമ്പോ പെണ്ണുങ്ങളെ കാണാൻ ഓള് പോയിക്കണ്. നട്ടപ്പോകരെ വീശിക്കാണ്ടേ ഓള് പോയിക്കണ്. അപ്പൊ പിന്നെ അയാള് വിട്ടു, ഒറ്റ വിട്ടു. അപ്പൊ എപ്പോഴും അവിടെയാണ് ചെന്നിരിക്കുക. ഈ ചങ്ങായിന്റെ പല വാദഗതികളുണ്ട്. ഒരു ദിവസം കണ്ട് ഇവരെ കൂട്ടത്തിലുള്ള അമ്പലക്കടവ് എന്റെ ഫോണൊക്കെ വിളിക്കണം, പൊന്മുളസായില്ലേ വെച്ചിട്ട് ഈ വിഷയം ചോദിച്ചാൽ വേണ്ടി എന്നെ വിളിച്ചു. അപ്പൊ എന്റെ കൂടെയുള്ള ആ കുട്ടി പറഞ്ഞു, ഉസ്താദ് വേറൊന്നും പരിപാടിയല്ല, ഉസ്താദല്ല എന്റെ നിങ്ങൾ വിളിച്ചത്, അത് ഞാൻ ഉസ്താദിനോട് നേരെ സംസാരിക്കണം എന്ന് പറഞ്ഞ് അപ്പൊ ഫോൺ വെച്ചു. പിന്നെയും വിളിച്ചു. അപ്പൊ ഈ കുട്ടിനോട് പറഞ്ഞു ഞാൻ വിളിച്ചിരുന്നു. രണ്ടാമത്തെ വിളിച്ചപ്പോ എന്താ ആവശ്യം എന്ന് വെച്ചു. ഉസ്താദ് തിരക്കിലാണ്. അപ്പൊ ഇയാൾ ആവശ്യം പറഞ്ഞു, ഇങ്ങനെ ഈ തരീഖത്തിനെ കുറിച്ച് തെറ്റാണെന്നൊക്കെ പറയണ്ടല്ലോ, അപ്പൊ എന്താണ് അതിന്റെ വിഷയം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. അതിനിപ്പോ എന്താണെന്ന് എനിക്കറിയില്ല, ഉസ്താദിനോട് നേരെ ചോദിച്ചെങ്കിൽ അറിയാൻ പറ്റുള്ളൂ എന്ന് ആ കുട്ടി പറഞ്ഞു ചെയ്തു. ശേഷം അതിന്റെ പിറ്റത്തെ അൽ അഫ്കാർ മാസികയിൽ ഈ തരീഖത്ത് വെച്ചതാണെന്നും നമ്മള് പേവിന് പറയാത്ത ഒരു സംഗതി കൂടെ ഏറെയുണ്ട്. അത് നമുക്ക് പോലെ ഒന്ന് വിറ്റേ ഇമ്മ. അതെന്താ? അയാളെ ഒരു മൗലിദുണ്ട്, മരിച്ചതിന് ശേഷം ഒരു മൗലിദ് ആരും ഉണ്ടാക്കിയ അറബി മലയാള മൗലിദ. ആ മൗലിദിൽ ഇയാൾ പ്രവാചകനാണെന്നുണ്ട്, അല്ലാഹു തആല ദിവ്യത്വം കൊടുത്ത് പറഞ്ഞയച്ച ആളാണ്, നുബുവത്വവാദമുണ്ട്. അപ്പൊ ഇവര് പറയുന്നത് സുന്നി അഫ്കാറിൽ ഇയാൾ പേച്ചാന്ന് പറഞ്ഞാൽ പോരാ, ഇയാൾ ഇസ്ലാമിന് പുറത്തു പോയ കാഫിറാണ്, നുബുവത്വവാദം ഇയാൾക്കുണ്ട്. അങ്ങനെ അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞ് ഉള്ള കൂട്ടര് ഇപ്പൊ ഇയാളെ ഇയാളെ ഏത് കഴിഞ്ഞു ആണ്ട്. ആ ആണ്ടിന്റെ അന്ന് ഇവരെല്ലാ നേതാക്കളും ഉണ്ട്. സമയം വല്ലാതെ അതിക്രമിച്ചു. ഇനി നമുക്ക് എഴുതാൻ കഴിയാത്ത ഒരാൾ ഒരൊറ്റ ചോദ്യം. ഇനി ചോദ്യം തൽക്കാലം അവസാനിപ്പിക്കുക, ഇത് മാത്രം. അസ്സലാമു അലൈക്കും. ഉസ്താദ്, ഷെയ്ഖ് തൈലീമിനെ കുറിച്ച് പ്രതിപാദിച്ചിരുന്നു. അതിൽ ആ ഗുരു തന്നെ ഇങ്ങനെയുള്ള ഒരു തരീഖത്തിലേക്ക് ക്ഷണിക്കുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. ഗുരു തന്നെ ക്ഷണിക്കണ തരീഖത്ത് പഴച്ച തരീഖത്താണെന്ന് മറ്റ് ആലിമീങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമായാൽ ഗുരു പറഞ്ഞ തരീഖത്തിലേക്ക് പോയി കൂടാ. അതുകൊണ്ടല്ലേ സുബുക്കി ഇമാമിന്റെ നേരെ ഗുരുവാണ് ആര്? ഹാഫിദുൽ ദഹബി. ഹാഫിദുൽ ദഹബി തെറ്റിലേക്ക് പോയപ്പോ സുബുക്കി ഇമാമ് ഉസ്താദിനെ വിട്ടു, മൂപ്പര് മറ്റു മസാഹിഖുമാരെ കൂടെ കൂടി അയാൾ പഴച്ചതാണ് പറയുന്നതെന്ന് ബോധ്യപ്പെട്ടു. ഇന്ന് തൽക്കാലം ഇപ്പോൾ നിർത്തുന്നു. നേരെ 5 മണിയായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരെ പറഞ്ഞും കേട്ടോ പൊരുത്തത്തിലാണ്. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മൈക്ക് ഫ്രീ എന്ന് പറഞ്ഞ് മൈക്ക് വിട്ടിട്ടുണ്ട്. അല്ലാഹു തആല നമ്മുടെ ദായിക്ക് പ്രവർത്തകർക്ക് അല്ലാഹു തആല ബർക്കത്ത് നൽകട്ടെ. പ്രത്യേകിച്ച് ക്ലാസ് എടുത്ത ബഹുമാനപ്പെട്ട ഷെയ്ഖുന പൊന്മള ഉസ്താദ് നമ്മളിങ്ങനെ കേൾക്കുമ്പോഴാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. തമിഴ്നാട്ടിലെ കായൽ പട്ടണത്തിനും ചിലതൊക്കെ പറയാനുണ്ട്. 2 കുട്ടികളുള്ള സ്ത്രീയോട് ഭർത്താവിൽ നിന്ന് തൊലാക്ക് വാങ്ങിയാൽ ഞാൻ വിവാഹം ചെയ്തു കൊള്ളാമെന്ന് ഇയാൾ ഉറപ്പു നൽകിയിരുന്നു. തന്റെ ഭർത്താവിൽ നിന്ന് തൊലാക്ക് വാങ്ങി 2 മക്കളെ അനാഥകളാക്കി ഇയാളെയും പ്രതീക്ഷിച്ച് ഈ സ്ത്രീ ഇന്നും കാത്തിരിക്കുന്നു. സ്ത്രീ ശബ്ദമായതിനാൽ ശബ്ദം പരസ്യപ്പെടുത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഏത് നിമിഷം ഈ സംഭവത്തെ നിങ്ങൾ എതിർക്കുന്നുവോ മിനിറ്റുകളെ കൊണ്ട് അത് പരസ്യപ്പെടുത്തുന്നതാണ്. ഇങ്ങനെ പലതും പറഞ്ഞാൽ നിങ്ങളുടെ കാല് വിറക്കുമെന്ന് ഞങ്ങൾക്കറിയാം. സമൂഹത്തിനിടയിൽ പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും തെളിവുകളും കയ്യിലൊതുക്കി നമുക്ക് കേരളത്തിലേക്ക് വരാം. കേരളീയ അന്തരീക്ഷത്തിൽ
ഇയാൾ പിഴച്ചതാണെന്നതിനുള്ള ആദ്യ തെളിവ് ഇവൻ തന്നെയാണ്. അവര് മദ്ഹബ് തഖ്ലീദ് ചെയ്ത നമ്മളെ പോലെയുള്ള ആളൊന്നുമല്ല. അവർക്കങ്ങനെ ഒരു മദ്ഹബ് തഖ്ലീദ് ചെയ്യേണ്ട ആവശ്യവുമില്ല. കാരണം അവര് കുത്തുബുൽ അഖ്താബൊക്കെ എത്തിയ ആളാണല്ലോ. അവരതിലെ തീരുമാനം പറഞ്ഞാൽ പിന്നെ ഫിഖഹിന്റെ കിതാബിലുണ്ടോ എന്ന് ചോദിക്കേണ്ടതുണ്ടോ? അവര് പറഞ്ഞതിനെതിരെ പറയാൻ ഇവിടെ ഫുഖഹാ വരില്ല. ഫുഖഹാ മുഴുവനും സൂഫിയാക്കളാകുന്ന ഈ മഹാന്മാരുടെ കാലിന്റെ താഴെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. മർക്കസു സഖാഫത്ത് സുന്നിയ സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ അതിന് സ്ഥലം കിട്ടാതെ ഞങ്ങൾ പരിധി നടക്കുമ്പോൾ കോഴിക്കോട്ട് പോയി. അന്ന് കോഴിക്കോട്ട് മൂപ്പൻ്റെ വീട്ടിലാണ് താമസം. അവിടെ പോയി സംസാരിച്ച് ഞാനും അവയത്ത് തങ്ങളും സെയ്ദ് ഫضൽ തങ്ങളും കൊടുവള്ളി അധികാരിയും ഞങ്ങളെല്ലാം കൂടി ചെന്ന് നമ്മൾ സ്ഥലം നോക്കിയിട്ട് കണ്ടിട്ടില്ല, ഇനി അതൊന്നും കിട്ടാതെ കഴിയൂല എന്ന് പറഞ്ഞപ്പോൾ ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, അത് വാങ്ങാതിരുന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും പറയണ്ട, എപ്പോൾ പോകുമ്പോൾ വഴിയിൽ നിങ്ങളൊരു സ്ഥലം കാണും, അത് എത്ര കുറഞ്ഞാൽ മതിയാലും ഉടനെ വാങ്ങിക്കൊള്ളുക, അതിൽ സ്ഥാപനമുണ്ടാക്കുക എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ മടങ്ങി വരുമ്പോൾ ഇപ്പോൾ മർക്കസ് സഖാഫത്ത് സുന്നിയ നിൽക്കുന്ന ആ സ്ഥലത്ത് അതിൻ്റെ തേക്കിൻ്റെ ചോട്ടില്ലെന്നാണ് അത് മഷ്ഹൂർ. അവിടെ ഒരു ബോർഡ് സ്ഥലം വിൽപ്പനക്ക് ഉണ്ട് എന്ന് വന്നിട്ട് ഒരു ചൂണ്ടിയും വെച്ചിട്ട് നമ്മളിപ്പോൾ മർക്കസ് നിൽക്കുന്ന ആ സ്ഥലത്തേക്ക് ചൂണ്ടി വെച്ചുകൊണ്ട് സ്ഥലം വിൽക്കാനുണ്ട് എന്ന ബോർഡ് കണ്ടു. ഉടനെ പോയി ഉടമസ്ഥനുമായി സംസാരിച്ചു, സ്ഥലം കച്ചവടമാക്കി. പക്ഷേ തറക്കല്ലിടൽ ഒരു ദിവസം നിശ്ചയിച്ചു. അത് SYSൻ്റെ സ്റ്റേറ്റ് സമ്മേളനത്തിൻ്റെ ദിവസത്തിലാണ് നിശ്ചയിച്ചത്. അതിന് സയ്യിദ് മുഹമ്മദ് മാലിക്കി തങ്ങൾ അവരുകൾ മക്കയിൽ നിന്ന് വരാൻ സമ്മതിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് മാലിക്കി തങ്ങൾ അന്ന് പറഞ്ഞത് മദീനയിൽ നിന്ന് എനിക്ക് സമ്മതം കിട്ടിയാൽ ഞാൻ വരും എന്നായിരുന്നു. അങ്ങനെ അവിടുന്ന് വന്ന് ബോംബെയിലെത്തി. ബോംബെയിലെത്തിയപ്പോൾ ബോംബെയിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ ടിക്കറ്റ് ഇല്ല, പ്ലെയിൻ ടിക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് മാലിക്ക് മടങ്ങിപ്പോവുകയാണ് എന്ന് ഒരാൾ ബോംബെയിൽ നിന്ന് ഫോൺ ചെയ്തു. ഈ വിവരം ഞാൻ ബഹുമാനപ്പെട്ട അവേലത്ത് തങ്ങളോട് പറഞ്ഞു. മുഹമ്മദ് മാലിക്ക് തങ്ങൾ മടങ്ങി പോവുകയാണല്ലോ, ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ട്. അത് സാരില്ല, നമ്മൾ പോവാ ബോംബെയിലേക്ക് എന്ന് പറഞ്ഞു തങ്ങൾ. അപ്പം ഞാൻ ചോദിച്ചു, 3 ടിക്കറ്റ് കിട്ടാത്തതിന് പകരം നമ്മൾ 2 ആൾ കൂടി പോയാൽ 5 ടിക്കറ്റ് വേണ്ടി വരുമല്ലേ, അത് കിട്ടുമോ? കിട്ടിയില്ല, നമുക്കും അവിടെ കൂടാന്ന് പറഞ്ഞു. അങ്ങനെ പുറപ്പെട്ടൊരു അംബാസഡർ കാറുണ്ടായിരുന്നു മർക്കസിന് അന്ന്. ആ കാറിൽ ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് പോയി. ബാംഗ്ലൂരിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ബോംബെയിൽ ചെന്നു. അന്നിവിടെ കൊച്ചിയിലും കോഴിക്കോട്ടും ഒന്നും പ്ലെയിൻ ഇറങ്ങുന്ന സ്ഥലം ഇല്ല. അങ്ങനെ ബോംബെയിൽ ചെന്ന് ഉടനെ 2 ടിക്കറ്റും കൂടി ബുക്ക് ചെയ്ത്. അപ്പോൾ അവർ പറഞ്ഞു, വല്ല ഒഴിവ് വന്നാൽ നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞു. അങ്ങനെ 5 ടിക്കറ്റ് ബാംഗ്ലൂരിലേക്ക്. അങ്ങനെ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് മാലിക്ക് തങ്ങളെ പോയി കണ്ട് സംസാരിച്ച് നമുക്കിപ്പോൾ പോകാം എന്നങ്ങോട്ട് ഉറപ്പ് പറഞ്ഞപ്പോൾ ടിക്കറ്റ് കിട്ടിയോന്ന് ചോദിച്ചാൽ ആ ടിക്കറ്റൊക്കെ ഉണ്ട്, റെഡിയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ടിക്കറ്റ് വിൽക്കുന്ന സ്ഥലത്ത് പോയി ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു വിളി, 5 ക്യാൻസൽ ഉണ്ട്, നേരത്തെ ഉള്ള ടിക്കറ്റ്. അതതിന് ആരാ ഉള്ളത്
എന്ന് ചോദിച്ചാൽ അങ്ങനെ ഞങ്ങൾ ഉടനെ ആ ടിക്കറ്റ് എടുത്ത് മാലിക്കി തങ്ങളെ കൂട്ടി കൊണ്ടുവന്ന് ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോട് വരെ ഞങ്ങൾ 5 പേര് ആ അംബാസിഡറിൽ കാറിൽ ഫാനൊന്നും ഇല്ലാത്ത കാലമാണല്ലോ. ആ കാറിൽ കോഴിക്കോട്ട് എത്തിയ കഥ അല്ലല്ലാതെ അറിയില്ല. അത്രയും വളരെ ഞെരുങ്ങിയ നിലക്കാണ് ആ കാലത്ത്. സെയ്ദ് മാലിക്കി തങ്ങളാണെങ്കിൽ വലിയ തടിയുള്ള ആളുമാണ്. അങ്ങനെ എത്തി ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി അവർകളോട് വിവരം അറിയിച്ചു. ഞങ്ങൾ ഇങ്ങനെ തറക്കല്ലിടാൻ പോകുന്നു, സെയ്ദ് മുഹമ്മദ് മാലിക്കി തങ്ങൾ വന്നിട്ടുണ്ട്, അതുകൊണ്ട് തറക്കല്ലിടുകയാണ് നാളെ എന്ന് ശനിയാഴ്ച ദിവസം അറിയിച്ചു. അങ്ങനെ പൂർണ്ണമായ സമ്മതം തന്ന് ഞാൻ പിന്നെ വരും എന്ന് പറഞ്ഞു. അങ്ങനെ തറക്കല്ലിടലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഒരു ദിവസം വന്ന് കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് അത് നമുക്കാണ്, അത് നമുക്കാണ്, അത് നമുക്കാണ് ഇങ്ങനെ പറഞ്ഞു. വേറെ ഒരു സ്ഥലം അതും നമുക്ക് വേണ്ടതാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അത് ഇപ്പോൾ വേണ്ട, പിന്നീട് വന്നോളും എന്ന് പറഞ്ഞു. സുഹൃത്തുക്കളെ, നമുക്കാണ് ആ സ്ഥലവും അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് നമുക്ക് ബർക്കത്തിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ വരുമെന്ന് പറഞ്ഞ സ്ഥലം ഇപ്പോഴും വന്നിട്ടില്ല, അത് അങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ രഹസ്യം ഞങ്ങളൊക്കെ മനസ്സിലാക്കാറുണ്ട്, ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. ഏതായാലും അങ്ങനെ ആത്മീയമായി പല നിർദ്ദേശങ്ങളും നൽകി നമ്മളെ സഹായിക്കുകയും നമ്മളെ കൂടെ നിൽക്കുകയും ചെയ്ത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഖീദയും ആശയങ്ങളും ഇവിടെ ശക്തമായ നിലക്ക് നിലനിർത്താൻ വേണ്ടി പരിശ്രമിച്ച ആളാണ്. അവരുടെ കൂടെ അന്ന് കൂടുതൽ നടന്നിരുന്ന ആളാണ് ബഹുമാനപ്പെട്ട സയ്യിദ് യൂസുഫ് തങ്ങളവர்கள். അവരുടെ മകൻ ജലാലുദ്ദീൻ സഖാഫി തങ്ങളിതാ ഇവിടെ ഉണ്ട്. അങ്ങനെ അവർക്ക് സംഭവങ്ങളൊക്കെ അറിയാം. തങ്ങളിങ്ങനെ അങ്ങോട്ട് കൂടുക എന്നല്ലാണ്ട് തങ്ങളെ കൊണ്ട് ഒരു ഹിദ്മത്തും ചെയ്യിപ്പിക്കൂല. അത് തങ്ങളാണ് എന്നുള്ള നിലക്ക് ഒരു വെള്ളം പോലും കൊണ്ടുപോയി കൊടുക്കാൻ സമ്മതിക്കുകയില്ല. തങ്ങളിങ്ങനെ കുറേ ശ്രമിച്ചു നോക്കും ഹിദ്മത്ത് ചെയ്യാൻ. പക്ഷേ ആ ഹിദ്മത്ത് സ്വഹബത്ത് കൊണ്ടുള്ള ഹിദ്മത്ത് അല്ലാതെ മറ്റൊന്നും അനുവദിച്ചിട്ടില്ല. സ്വഹബത്ത് എന്ന് പറഞ്ഞാൽ കൂടെ ഇങ്ങനെ നിൽക്കുക, കൂടെ ഇരിക്കുക, കൂടെ പോവുക, കൂടെ വരിക. ഇത് വലിയൊരു മഹത്വമുള്ളതാണ് എന്ന നിലക്കല്ലാതെ ഒരു ഖിദ്മത്ത് ചെയ്ത് കൊടുക്കാൻ സമ്മതിച്ചിട്ടില്ല. കാരണം സയ്യിദന്മാരെ കൊണ്ട് ഖിദ്മത്ത് ചെയ്യിപ്പിക്കാൻ പാടില്ല എന്നാണ് CM വലിയുള്ളാഹിയുടെ മദ്ഹബ്. അങ്ങനെ അത്രയും വലിയ മഹാൻ നമ്മളോട് പോകണം, പള്ളി ഉണ്ടാക്കണം, മദ്രസ ഉണ്ടാക്കണം എന്നൊക്കെ എന്നോട് ഒറ്റ വാക്ക് പറഞ്ഞ ആ വാക്കിൻ്റെ ഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് ഇന്ന് ഉപദേശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.